തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണിത്. ഞങ്ങളുടെ ഓരോരുത്തരുടെ അവകാശമാണ്, അത് നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങേ അറ്റം വരെ പോകും. ഈ പ്രതിഷേധം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരെ പ്രതിഷേധിക്കും, ഇനിയും പ്രതിഷേധിക്കും. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവും. ഭരണകൂടം കണ്ടു തുറക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷയാണ്. ഇത്തരത്തിലൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു 34 ദിവസമായിട്ട് ഇവിടെ സമരത്തിലുണ്ട്. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടോ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമെടുത്തിട്ടോ ഇല്ല ഇതുവരെ. അപ്പൊ ഇനി മുമ്പോട്ട് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുക്കാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് രാവും പകലും ഇരുന്നിട്ട് പഠിച്ചതാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത് സർക്കാരിനോട് പറയുന്നത് എന്തെങ്കിലും ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്തു തരണമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കൂടെയുള്ളതിൽ 80% പേർക്കെങ്കിലും കയറാൻ കഴിയുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്തു തന്നിരുന്നെങ്കിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെയും ഒക്കെ വെച്ചിട്ട് മറ്റൊരു ജോലി ചെയ്യുന്നതിനിടയിലാണ് നമ്മൾ രാത്രിയിൽ ഞാനൊക്കെ ഒരു 20 മണിക്കൂറൊക്കെ പഠിച്ചിട്ടാണ് ഈ ലിസ്റ്റിലേക്ക് വന്നത്. അപ്പോൾ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു വഴിയുമില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ജോലി ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവുള്ളൂ. ഈ 34 ദിവസം ഇവിടെ ഇങ്ങനെ സമരത്തിലാണ്. ഇതിനിടയിൽ മണ്ണുവാരി തിന്നു മറ്റ് സമരമാർഗ്ഗങ്ങളൊക്കെ നോക്കി. അപ്പോഴൊന്നും ഈ ഭരണകൂടം കണ്ടു തുറക്കുന്നേയില്ല. ഇല്ല, ചർച്ചയ്ക്കായിട്ട് ഞങ്ങളെ വിളിച്ചിട്ടേ ഇല്ല. കുറേ തവണ അങ്ങോട്ട് ചെന്ന് ചർച്ച ചെയ്തു. ഇപ്പം 2 മാസം സമയം തരണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ്, അത് ഞങ്ങളുടെ സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്തു തരാമെന്നാണ്. അപ്പോൾ അന്നേ അദ്ദേഹം അതേക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ 2 മാസം പഠിക്കണമെന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനകത്തിലൊരു നടപടി ഉണ്ടാക്കി തരണമെന്നാണ് പറയാനുള്ളത്. ന്യായമായ സമരമാണ്. യുവതി യുവാക്കൾ നയിക്കുന്ന സമരമാണ്. ജന്തർ മന്ദറിൽ ഡൽഹിയിൽ പോയിട്ട് അവർക്ക് പിന്തുണ അർപ്പിച്ച ഈ ഭരണകൂടം, മുഖ്യമന്ത്രിയായാലും ശരി, വിദ്യാഭ്യാസ മന്ത്രിയായാലും ശരി, ഇവിടുത്തെ മന്ത്രിമാരും ഈ സമരത്തെ ന്യായമായി നടക്കുന്ന ഈ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യുവതി യുവാക്കൾ നയിക്കുന്ന ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുമല്ലേ? അതെ, ഞങ്ങളന്ന് പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വന്നിരിക്കണമെന്ന്. ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് അവരുടെ ചുറ്റും ഇപ്പം അദ്ദേഹമൊക്കെ അവിടെ പോകുന്ന സമയത്ത് ഞങ്ങളിവിടെ തന്നെയുണ്ട്, നിരാഹാരത്തിൽ ഞങ്ങളിവിടെ തന്നെയുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഇത് കാണുന്നില്ല. അതിനുശേഷം പോലും പലതവണ അദ്ദേഹം ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്, ഒന്നും നോക്കിയിട്ട് കൂടിയില്ല. അപ്പോൾ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളെ കാണാതെ അവിടെ പോയിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കണ്ടേ? അപ്പോൾ ഇതേ സംബന്ധിച്ച് ഒരു നടപടി എടുക്കാനുള്ള ഒരു ഭാവം പോലും ഞങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വരേണ്ടി വന്നത്. സത്യത്തിൽ ഞങ്ങൾക്ക് അറിയുകയില്ലായിരുന്നു ഇങ്ങനെ ഒരു സമരം ചെയ്താലും ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരുമെന്ന്. സെക്രട്ടേറിയറ്റ് സമരമൊക്കെ TV-യിൽ കണ്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. വേദനാജനകമാണ് ഈ വാക്കുകൾ. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവായപ്പോൾ ഒരു പ്രതികരണം കൂടി. ഒരു വർഷത്തിന് മേലെയായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നിയമനങ്ങളൊന്നും ത്വരിതപ്പെട്ട് നടന്നിട്ടില്ല. വളരെ ചുരുങ്ങിയ ആവശ്യങ്ങൾ മാത്രമേ നിർണ്ണയിക്കുന്നത്. 1:25 എന്ന അനുപാതത്തിലേക്ക് വിദ്യാർത്ഥി അനുപാതം നടത്തുക എന്നുള്ളത്. ഈ റാങ്ക് ലിസ്റ്റ് ഇത്രയും അധികം വന്നിട്ട് 2 അധ്യയന വർഷങ്ങൾ പിന്നിട്ടുള്ള നിയമനങ്ങൾ എത്രയും വളരെ പരിമിതമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ഉദ്യോഗാർത്ഥികളുടെ അവകാശമാണ് നിശ്ചിതമാക്കുന്നത്. സമരം തുടങ്ങിയിട്ട് 34 ദിവസത്തോളമായി. അപ്പോൾ ഇതുവരെയായിട്ടും സർക്കാരിൻ്റെ പക്ഷത്തു നിന്ന് വളരെ അനുകൂലമായിട്ടൊരു നിലപാടെടുക്കാത്തത് വളരെ മോശമായി, വളരെ ദുഃഖം തോന്നുന്നുണ്ട്. രാവിലെ പകലാക്കിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ PSC പഠിച്ചത്. ആഗ്രഹപൂർവ്വം ഉള്ളൊരു തസ്തികയാണ് അധ്യാപക യോഗ്യത. അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ആ ഒരു അധ്യാപക രംഗത്തേക്ക് പ്രവേശിക്കാൻ പോലും പറ്റില്ല. പറഞ്ഞ പ്രവേശന പരീക്ഷകളെല്ലാം നേടിയെടുത്തിട്ടും എത്താൻ സാധിക്കാത്തതിൽ വളരെ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ. അതുപോലും ഞങ്ങൾക്ക് കഴിയാൻ കാരണം ഞങ്ങളിപ്പോൾ തെരുവിൽ കണ്ണു നിറയുന്നുണ്ടല്ലേ? സങ്കടം കണ്ണു നിറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു